ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് രാത്രിയല്ല കേട്ടോ, രാവിലെ ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന കേട്ടോ ഒരു ചെറിയ ട്രിപ്പ് പോകാനായിട്ട്. അപ്പോൾ ഞാനും ഇന്ന് ഓഫീസിലെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു ട്രിപ്പ് പോകാം കേട്ടോ. അപ്പോൾ ഡെസ്റ്റിനേഷൻ എവിടേക്കാണ് നമുക്ക് കാണാം. മിസ്റ്റർ ഏതു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് KSRTC കേട്ടോ, ആനവണ്ടിയിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഇതേ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേര്, ഒരു 6-7 പേരെ കയറിയിട്ടുള്ളൂ. ഇനിയും കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണാം. ഇപ്പോൾ ഞങ്ങളിതേ സൗത്തിൽ നിന്നും വൈറ്റ്ലിയിൽ നിന്നുമായിട്ട് ഇത്രയും പേര് കയറിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ വരാനുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് കാന്തല്ലൂർ കേട്ടോ, മൂന്നാർ കാന്തല്ലൂർ ട്രിപ്പ് പാക്കേജാണ് ഞങ്ങൾ ഇന്ന് എടുത്തത്. അപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 5 മണിക്ക് സൗത്തിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 3:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് പിന്നെ റെഡിയായി ധൃതി പിടിച്ച്, എന്നാലും ഇച്ചിരി ലേറ്റായിപ്പോയി. അങ്ങനെ ഒരു 5:10 എത്തി. അപ്പോൾ എല്ലാവർക്കും ചെറിയ ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ പുത്തൻകുരിശിൻ്റെ അവിടുന്ന് നമ്മുടെ പ്രവീൺ ചേട്ടനൊക്കെ കയറി കേട്ടോ. അപ്പോൾ ഇതൊരു രാവിലെ 7 മണിയുടെ സ്കൈയാണ്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങും. കാരണം രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റല്ലേ. അപ്പോൾ എല്ലാവരും പതുക്കെ സീറ്റിൽ നിന്ന് ഇറങ്ങി നമുക്കിഷ്ടപ്പെട്ട പാട്ടൊക്കെ കണ്ടക്ടർ ചേട്ടൻ പ്ലേ ചെയ്ത് തന്നായിരുന്നു കുറച്ച് സമയം. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വൈബ് ചെയ്ത് സംസാരിച്ച് ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം ഒന്ന് ഇറങ്ങിയത് ഈ ഒരു കോതമംഗലം ബസ് ഡിപ്പോയിലാട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാനുള്ള സമയം തന്നു. പക്ഷേ നമ്മളവിടെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നോട്ട് എപ്പോഴും ചായ എവിടെ കിട്ടും എന്നുള്ളതല്ലേ. അങ്ങനെ ചായ കിട്ടുന്ന സ്പോട്ടും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ അഞ്ചുമൊക്കെ കണ്ടെത്തി. മുസ്ലിം ചായ എങ്ങനെ ഉണ്ടോ? പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 20 മിനിറ്റ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ബസ്സിൽ കയറുക കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് ഇച്ചിരിയുടെ ഹൈ റേഞ്ച് ആ ഒരു അങ്ങനത്തെ സീനറീസ് ആണല്ലോ, ഫുൾ സിറ്റിയൊക്കെ വിട്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു സമയവും നമ്മുടെ ആ ഒരു മോർണിംഗ് സമയവും ട്രാവലും ഫ്രണ്ട്സും പിന്നെ ഇടയ്ക്ക് നല്ല ഇങ്ങനത്തെ ബീറ്റുള്ള സോങ്ങൊക്കെ ഇട്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി കുറച്ച് പുറകിൽ നിന്ന് ഡാൻസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സ്ഥലമൊക്കെ ഇങ്ങനെ എത്താറായി. അപ്പോൾ അതൊക്കെ നമ്മുടെ അടിമാലിയൊക്കെ എത്താറായി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു രാവിലത്തെ ആ സീനറി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു മൗണ്ടനൊക്കെ കണ്ടാട്ടോ പോകുന്നത് അങ്ങോട്ട്. അങ്ങനെ നമ്മുടെ നേര്യമംഗലം പാലം എത്തി കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോഴേ നമുക്കറിയാമല്ലോ, അപ്പോൾ അതൊക്കെ മൂന്നാർ ഇങ്ങനെ തുടങ്ങും അല്ലേ അവിടുന്ന്. അപ്പോൾ അവിടുന്ന് തന്നെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. പിന്നെ നമ്മൾ ഏത് സൈഡ് മൂന്നാർ എത്തി നോക്കിയാലും നല്ല ഭംഗിയുള്ള സീനറീസ് അല്ലേ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്, ചീയപ്പാറ വാട്ടർഫോൾസ്. നല്ലൊരു ചെറിയ നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോൾസ് ആട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ മറ്റേ ഉല്ലാസയാത്രയുടെ വണ്ടികളുണ്ടായിരുന്നു, അല്ലാണ്ട് ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട്. അവിടെ നമുക്കൊരു 20 മിനിറ്റ്സോളം നമുക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാനൊരു ആഗ്രഹം. കാരണം കോതമംഗലം അവിടുന്ന് നമ്മളെല്ലാവരും ചായ കുടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവിടുന്ന് ഒരു കപ്പ് ചായയൊക്കെ കുടിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത് തന്നെ കുറച്ച് ടീ സ്റ്റോൾസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ചായ പകുതിയൊക്കെ കുടിച്ച് പകുതി ചായയായിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി. ചെറിയൊരു വിശപ്പൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ ദേവികയുടെ അമ്മ അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആൻറ്റി നേരത്തെ എഴുന്നേറ്റ് ഞാൻ 5 മണിയായപ്പോൾ തന്നെ ദേവികയുടെ ഇതൊക്കെ കൊടുത്തയച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് വാളറ ഫോൾസ് വഴിയാണ് പോകുന്നത്. പക്ഷേ നമുക്ക് അവിടെ സ്റ്റോപ്പില്ല കേട്ടോ. ഇതായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയ ഹോട്ടൽ. പക്ഷേ ഇത് നമുക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതല്ലായിരുന്നു ഇവർ സ്ഥിരം കയറുന്ന ഒരു ഹോട്ടൽ, ഇതല്ലായിരുന്നു. അതെന്തോ ഓപ്പൺ ആവാത്ത കാരണമാണ് അന്ന് ഇവിടെ കയറിയത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ ലൈറ്റ് ഇല്ലായിരുന്നു, പിന്നെ നല്ല തിരക്കും. അതുകൊണ്ട് ഞങ്ങൾ പകുതി പേര് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ പൊറോട്ടയൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കയറി. പക്ഷേ പിന്നെ ബാക്കിയിലത്തെ ട്രിപ്പിലെ ഫുഡൊക്കെ നല്ലതായിരുന്നു. ഇതിങ്ങനൊരു പ്രശ്നം അറിയാണ്ട് പറ്റിപ്പോയതാണ്. പിന്നെ നല്ലൊരു ഫോഗും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ആകുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്കാട്ടോ എത്തിയത്. ശരിക്കും ഈ വ്യൂ പോയിന്റ് ഇതിനേക്കാൾ ഭയങ്കര ഭംഗിയാട്ടോ, ഇതിനേക്കാൾ ഇരട്ടി ഭംഗിയുണ്ട്. ഞാനൊരു 3-4 വീക്സ് മുന്നേ വന്നപ്പോഴും അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറേ ഭാഗം അവരെന്തോ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ഗ്രീനറി കുറച്ച് കുറവുണ്ടായിരുന്നു. എന്നാലും നല്ല ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ചൂടൊന്നും ഒട്ടുമില്ലായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വ്യൂ പോയിൻ്റൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇതൊക്കെ അവിടുത്തെ ഫോട്ടോ വീഡിയോ സീൻസ് ആട്ടോ. അതും കുറേ സമയം എടുക്കും, ഇത്രയും പേരുടെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് വരണ്ടേ. അപ്പോൾ മോസനായിരുന്നു നമ്മുടെ പ്രധാന ഫോട്ടോഗ്രാഫർ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് നടക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. മലക്കപ്പാറ ട്രിപ്പ് പോയപ്പം തലേന്നാണ് എല്ലാവരും ഓക്കെ ആയിട്ട് വന്നത്. അപ്പോഴത്തേക്ക് സീറ്റ് കഴിഞ്ഞു പോയി. ഇത്തവണ വന്നപ്പോൾ എല്ലാവരും നേരത്തെ ഓക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും അലേർട്ടൊക്കെ വന്ന് ട്രിപ്പ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ദൈവമേ ഇത്തവണത്തെ ട്രിപ്പ് പോയി, എല്ലാവരും ഓക്കെ ആയിട്ട് വന്നപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ആവാൻ പോവാന്ന്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ക്ലൈമറ്റൊക്കെ ഓക്കെ ആയി ട്രിപ്പ് അങ്ങനെ ഓണായി കേട്ടോ.
കേട്ടോ. അങ്ങനെ നമ്മളിതാ മൂന്നാർ ടൗണൊക്കെ കഴിഞ്ഞ് ഇനി മുന്നിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് അത്യാവശ്യം നല്ല സീനറിയും മൗണ്ടൻസും ഒക്കെ കിട്ടി തുടങ്ങി, നല്ലൊരു ഫോഗും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് നേരത്തെ ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു റൂട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെല്ലാ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി ഇവിടെ വരണം, എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നത്. നല്ല ടീ ഗാർഡൻസും നല്ലൊരു റൂട്ടും ആട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഈ റൂട്ട് കേട്ടോ. ഇത്രയും നല്ല വ്യൂ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റീൽസ് എടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ദപ്പാവ് മൂസിൻ അഞ്ചു ഇത്ര റീൽസൊക്കെ എടുത്തു കൊടുത്ത് നല്ല നമ്മുടെ KSRTC അതിൻ്റെ കൂടെ ഈ വ്യൂ പോയിന്റും ചെറിയൊരു കാറ്റും കൂടെ വന്ന ആ ഒരു വീഡിയോ ഉണ്ട്, എന്ത് രസമുണ്ടെന്ന്. അങ്ങനെ ഓരോരുത്തർ 1 by 1 എടുത്ത് ഞങ്ങളിങ്ങനെ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയും നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് താളയാർ എസ്റ്റേറ്റിലേക്കാട്ടോ. പക്ഷേ ഈ ഒരു വഴി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമ്മൾ ഏകദേശം ഒരു 6000 ഫീറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അത്ര ഒരു ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല ഇങ്ങനെ തണുപ്പ് കൂടി വരും കേട്ടോ. ഇടയ്ക്കൊക്കെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി തണുപ്പും ഭയങ്കര ഫോഗും ആയിരുന്നു, ഇടയ്ക്കൊരു ചെറിയ മഴയും. അപ്പോൾ അതെല്ലാവരും ഞങ്ങൾ ഓരോരോ ജാക്കറ്റൊക്കെ എടുത്തു വെച്ചു. ഇനി ഞാൻ റീൽസ് എടുക്കാനുള്ള ഒരു ഇരിപ്പാട്ടോ. അപ്പോൾ ഈ ഒരു സീനറിയൊക്കെ കണ്ടില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് വരുന്ന കോസ്റ്റ് 1340 ആട്ടോ. ഇതിനകത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സീനറി കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ റീൽസ് എടുക്കാനായിട്ടൊരു ഇരിപ്പായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും മിക്കവാറും ബ്രേക്ക് പിടിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് എത്തിയേനെ. എങ്കിലും ഞങ്ങളതൊക്കെ മാനേജ് ചെയ്തു. ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം നല്ലൊരു ഹൈറ്റിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6000 ഫീറ്റ് ആ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ ആദ്യം പോകും. അതുകൊണ്ട് തന്നെ നല്ല ഫോഗും നല്ല തണുപ്പുമായിരുന്നു. നമുക്ക് കയ്യിലൊരു ജാക്കറ്റും ഒരു സ്കാർഫും ഒക്കെ മസ്റ്റാട്ടോ, ഇല്ലെങ്കിൽ നന്നായിട്ട് തണുക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാട്ടുമൊക്കെ വെച്ച് ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബും അടിപൊളി എക്സ്പീരിയൻസും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, 6000 മീറ്റേഴ്സ് അബവ് സീ ലെവലാണ്. അപ്പോൾ അവിടം വരെ എത്തി. ഇത് കുറച്ച് കുരങ്ങന്മാരെയൊക്കെ നമുക്ക് വഴിയിൽ സ്പോട്ട് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ക്യാമറയിൽ ശരിക്കും ഈ ഒരു സീൻസിൻ്റെ ഭംഗി നമുക്ക് ഒരിക്കലും പകർത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയും ഭയങ്കര ഒരു ഫീലിംഗുമാണ്. ഒപ്പം നല്ല മ്യൂസിക്കും കൂടെ ആണെങ്കിൽ ഒന്നും പറയണ്ട. പിന്നെ നമ്മൾ ഇറങ്ങിയത് ഈ ഒരു സ്റ്റോപ്പാട്ടോ, താളയാർ എസ്റ്റേറ്റിലാണ് ഇറങ്ങിയത്. നല്ലൊരു ടീ എസ്റ്റേറ്റാണ്. അവിടുന്ന് നമുക്ക് ഈ ടീ പൗഡറും ചോക്ലേറ്റ്സും ഒക്കെ പർച്ചേസ് ചെയ്യാം. അപ്പം ഞങ്ങളെല്ലാവരും അവിടുന്ന് കുറച്ച് ടീ പൗഡറും, അതായത് പൊടിത്തേയില ഉണ്ടായിരുന്നു, ഇലത്തേയില ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര്, ഞാൻ വാങ്ങിയത് ഇലത്തേയിലയാണ്, കുറച്ച് പൊടിത്തേയിലയൊക്കെ വാങ്ങി. അതിൻ്റെ ഫുൾ ഡിസ്കഷനും ചർച്ചകളും കേട്ടോ നടക്കുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു ചായയും കുടിച്ചു. എല്ലാവരും കൂടി അവിടെ ഡിസ്കഷനായിരുന്നു, ആരെത്ര പാക്കറ്റ് മേടിക്കണം. പിന്നെ ചിലരുടെ റേഞ്ച് കിട്ടാത്തതാണ് GPay വർക്ക് ആവുന്നില്ലായിരുന്നു. അപ്പം നമ്മളെപ്പോഴും കയ്യിൽ ലിക്വിഡ് ക്യാഷ് കരുതുന്നത് തന്നെയാണ് നല്ലത്. ഇത് അവിടെ നിന്ന് നിന്നിട്ടുള്ള ഒരു പോയിൻ്റ് ആട്ടോ. അവിടെ ശരിക്കും ചെറുതായിട്ടൊരു മഴയുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം പുറത്ത് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ വിട്ടുവിടത്തില്ല. ഞങ്ങൾ ആ മഴയത്ത് കുടയും പിടിച്ചിട്ട് നിന്ന് തന്നെ ഫോട്ടോസും ഒക്കെ എടുത്തു. കാരണം ഇത്രയും നല്ല സ്ഥലത്തെത്തി എങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാതെ വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ടീ പൗഡറൊക്കെ വാങ്ങി അവിടെ നിൽക്കുക കേട്ടോ. അവിടെ അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം ഹോൾട്ട് ഉണ്ടായിരുന്നു, വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. ഈ ഒരു ട്രിപ്പിന് വരുന്ന കോസ്റ്റ് 1340 കേട്ടോ. അതിനകത്ത് നമുക്ക് ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഒരു സഫാരി. ആ സഫാരിയാണ് ശരിക്കും ഈ ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് ഈ കിട്ടുന്ന സ്പോട്ടും ഈ എക്സ്പീരിയൻസും. പിന്നെ കുറേ നേരം മിക്ക സമയം നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല, എങ്കിലും അത് ഒരു കുറവേ അല്ല, നമ്മൾ അറിയില്ല ശരിക്കും. അഞ്ചു പിന്നെ അവിടെ ചായ കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഫുൾ ഡിസ്കഷൻ തിങ്കളാഴ്ച ലീവ് എടുക്കണ്ടേ എന്നുള്ളതായിരുന്നു. അപ്പോൾ പ്രവീൺ ചേട്ടനോട് ഞങ്ങളെല്ലാം ആദ്യമേ ബുക്ക് ചെയ്യാം കേട്ടോ, തിങ്കളാഴ്ച ഞങ്ങളെല്ലാം ലീവ് ആയിരിക്കുമെന്ന്. പിന്നെ അത്യാവശ്യം ഈ തണുപ്പും ഇതുമൊക്കെ ഫുള്ളിങ്ങനെ കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പനി വരാനുള്ള ചാൻസും ഹൈ ആണ്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച ആർക്കും പനിയൊന്നും വന്നില്ല. എന്നാൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ കൊള്ളുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പലതരം ഹാറ്റും തൊപ്പിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അവിടുത്തെ അടിപൊളി വ്യൂ. അവിടെ ആ ബെഞ്ചിൻ്റെ അവിടെയൊക്കെ പോയി നമുക്ക് നിറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ചെറിയൊരു മഴ ഉണ്ടായത് കാരണം നമ്മുടെ കൂടെ ട്രിപ്പിനുണ്ടായിരുന്ന മറ്റുള്ളവർ അങ്ങനെ അവിടെ എഴുതുന്നില്ല ഫോട്ടോസ് എടുക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ മഴ കാര്യമാക്കിയില്ല. ഞങ്ങൾ അവിടെ കുടയും കൊണ്ട് ഓടിയെത്തും, എന്നിട്ട് കുട മാറ്റും, ഫോട്ടോ എടുക്കും, തിരിച്ചു വിടും. അതായിരുന്നു ഞങ്ങളുടെ ട്രെൻഡ്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് അടുത്ത സ്പോട്ടായ ലക്കം വാട്ടർഫോൾസിലേക്കാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴ ഇച്ചിരി കാര്യമായിട്ടോ. ഇത് ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സ്പോട്ടായിരുന്നു. അവിടെ ഇറങ്ങാനായിട്ട് 5 പ്രത്യേകം ഡ്രസ്സും ഒക്കെ എടുത്ത് വന്നതാണ്. നമ്മൾ നോർമലി അല്ലാത്തൊരു ദിവസമാണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക്
നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ ഹോൾട്ട് ചെയ്യും. അവിടെ നമുക്ക് ഈ വാട്ടർഫോൾസിൽ ഇറങ്ങാം, കുളിക്കാം, അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനാണ്, മഴ ആകെ ചതിച്ചത് ഈ ഒരു പോയിന്റിൽ കേട്ടോ. ഇവിടെ ആയപ്പോഴത്തേക്കും കാര്യമായി മഴയായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷേ നമുക്ക് കുട എടുത്തുകൊണ്ട് അവിടം വരെ ജസ്റ്റ് നമ്മൾ താഴേക്ക് ഒന്ന് ഇറങ്ങി കണ്ടു. പിന്നെ അവിടെ നമുക്ക് ശരിക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, വാഷ്റൂമുണ്ട്. അപ്പോൾ സണ്ണി ഡേ ആണെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളിതാ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടി കേട്ടോ. വ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വേഴാമ്പൽ എന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത് ഹോൺബിൽ. പക്ഷേ അതെനിക്ക് മൊബൈലിൽ അത്ര ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. ദൂരെയായിരുന്നു. 2 ഹോൺബിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു, യെല്ലോ കളറിൽ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് നിർത്തി തന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇനിയും പോകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കാന്തല്ലൂർ ആ ഒരു ഏരിയയിലേക്ക്, മറയൂർ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തി. അവിടെ നിന്നാണ് നമ്മുടെ ലഞ്ച് വരുന്നത്. അപ്പോൾ ആ ഒരു മലയുടെ മുകളിലേക്കായിരിക്കും നമ്മുടെ അടുത്ത സഫാരി പോകുന്നത് കേട്ടോ. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് കഴിക്കുന്ന സ്പോട്ട്, ഹോട്ടൽ പാരഡൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് വെജ് ഫുഡും ഉണ്ട്, നോൺ വെജ് ഫുഡും ഉണ്ട്. ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ വെജ് ഫുഡാണ് കഴിച്ചത്. റീസണബിളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ചെറുതായിട്ട് കുരങ്ങന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട് ഷട്ടറൊക്കെ ഡൗൺ ചെയ്തിട്ട് ഇറങ്ങാനാണ് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അകത്ത് വെച്ച് ഷട്ടറൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നോർമൽ. റെഡി ഫോർ ജീപ്പ് സഫാരി? മ്യൂട്ട് ചെയ്യേണ്ടി വരും അത്. എന്തായാലും വ്യത്യാസമൊന്നുമില്ല. അവിടെ ഇരിക്കാൻ പറ്റില്ല. എങ്ങനെ അതൊരു പ്രശ്നമില്ല. ഇതാട്ടോ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ. ഇവിടെ നമ്മുടെ ബസ് ഇട്ടിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഫുൾ ജീപ്പിലാട്ടോ. സഫാരി തുടങ്ങിയപ്പോൾ മാത്രമേ എനിക്ക് ക്ലിപ്പ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ മൊബൈൽ കൈകൊണ്ട് തൊടാൻ പറ്റിയില്ല, കാരണം അങ്ങനത്തെ ഒരു ഓഫ് റോഡ് ട്രിപ്പായിരുന്നു. ഫുൾ ഇങ്ങനെ കുടുങ്ങി നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് നല്ല അടിപൊളി രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് ആട്ടോ. നമ്മളതിനകത്തിരുന്ന് കൂവിച്ചേട്ടാ പതുക്കെ എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അത് അവരുടെ സ്റ്റൈലാണ്. അതാണ് ഈ ട്രിപ്പിൻ്റെ രസം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് ആനക്കോട്ടുപാറ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ഓഫ് റോഡ് കയറി വരുന്നത്. നല്ല വ്യൂ ആയിരുന്നു, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് വന്നത് ഒരു ഭയങ്കര ഓഫ് റോഡല്ല, ഇച്ചിലൂടെ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പം ഭയങ്കര ഓഫ് റോഡിൽ കൂടെയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇന്ന് ഇത്രയും മഴ ആയതുകൊണ്ട് തന്നെ ഇച്ചിലൂടെ സേഫ് ആയിട്ടുള്ളൊരു റൂട്ട് വഴിയാണ് വന്നത്. പക്ഷേ അതും ഒരു ഗംഭീരമായിട്ട് വണ്ടി ഓടിച്ച് അടിപൊളിയാക്കി. അപ്പോൾ ഇവിടെ വന്ന് ഭയങ്കര റാഷ് എന്നല്ല, അതൊരു ഭയങ്കര സ്റ്റൈലാണല്ലോ ഓഫ് റോഡ്, ഇങ്ങനെ കറക്കി വളച്ചെടുത്ത് നല്ല രസമായിരുന്നു. ഫുൾ കുടുങ്ങി നമ്മളിങ്ങനെ അതിനകത്തിരുന്ന് ഇങ്ങനെ ചാടി തലയൊക്കെ മൂളിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇവിടെ എത്തി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ഇതായിരുന്നു അവിടുത്തെ ഒരു വ്യൂ, നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെയും അത്യാവശ്യം കുറച്ച് നേരം നമുക്ക് ഹോൾട്ടൊക്കെ ചെയ്യാൻ പറ്റി. ഈ ഒരു സഫാരി ഒരു 2:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും, ഒരു 6:30 വരെ ഉണ്ട്. പിന്നെ അവിടുന്ന് അടുത്ത സ്പോട്ട് എത്തിയത് ഇവിടെ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല രസമാണ്. മഴത്തുള്ളികൾ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് എയറിൽ വീഴുമല്ലോ, അതുപോലെ അതിനടുത്ത് ജസ്റ്റ് നിന്നാൽ മതി, നമ്മൾ ഫുൾ അങ്ങോട്ട് നനഞ്ഞു കുഴയും. ഞങ്ങൾ ഫുൾ നനഞ്ഞു കുഴഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കയറി അടുത്തൊരു സ്പോട്ടിലേക്ക് എത്തിയത്. എനിക്കൊന്ന് മുനിപ്പാറ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെയൊക്കെ കയറി, അതും നല്ല ഇതുപോലത്തെ ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. പക്ഷേ വാട്ടർഫോൾസിൻ്റെ അവിടുത്തെ ഒരു നിപ്പുണ്ടല്ലോ, ഇത് ഞങ്ങളുടെയൊക്കെ മുടി കണ്ടാൽ അറിയാമല്ലോ, അവിടുന്ന് ഫുൾ ഞങ്ങൾ നനഞ്ഞു കുഴഞ്ഞു കേട്ടോ. ശരിക്കും നമ്മളൊരു ടവലും ഇതും കൊണ്ട് വേണം പോകാൻ. നന്നായിട്ട് തണുക്കുകയും ചെയ്യും, നല്ല രസം കേട്ടോ അതിൻ്റെ താഴെ ചെന്ന് നിൽക്കാനായിട്ട്. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ജീപ്പിലേക്ക് കയറി ഈ ഒരു പോയിന്റിലേക്ക് എത്തിയത്. ഇവിടെ ഇങ്ങനെ എനിക്കൊന്ന് പഴയ സന്യാസിമാർ വന്ന് എന്തോ മെഡിറ്റേറ്റ് ചെയ്ത പ്ലേസാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു കല്ലൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലായില്ല. എന്നാലും ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പാറയുടെ മുകളിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ അങ്ങനെ അവിടെയും അത്യാവശ്യം നല്ലൊരു ടൈം ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സ്പോട്ട് ഇനി നമുക്ക് 1-2 സ്പോട്ടുകളും കൂടെ കവർ ചെയ്യാനുണ്ട്. പക്ഷേ മഴ നമ്മളെ ചതിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മഴ കാരണം ഈ ഒരു ട്രിപ്പ് പകുതി പോകുമോ, പിന്നെ ബസ്സിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരുമോ എന്ന്. പക്ഷേ മഴ എന്തായാലും ചതിച്ചില്ല. ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
ആ വാട്ടർഫോൾസിൽ കയറിയതിൻ്റെ കേട്ടോ ഞങ്ങളുടെയൊക്കെ മുടിയുടെ കോലം കണ്ടു ഫുൾ ഇങ്ങനെ നനഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടായില്ലേ. പക്ഷേ ഇതും നല്ല ഫണ്ണല്ലേ. അങ്ങനെ ഇവിടെ നമുക്ക് ചായ ഞങ്ങളൊരു കട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഞാനിങ്ങനെ നോക്കി അവിടെ എങ്ങാനും അടുത്ത് ചായയുടെ സ്പോട്ടുണ്ടോ, പക്ഷേ ചായയുടെ സ്പോട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതാണ് എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫർ, എൻ്റെ വീഡിയോസൊക്കെ എടുത്തു തന്ന ഭാഗ്യം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം കേട്ടോ. പിന്നെ വന്നത് ഈ ഒരു ഫാം വിസിറ്റ് ആട്ടോ. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് വേണം ഇവിടെ കേട്ടോ. ഞങ്ങൾ ഒന്നാമത് മഴ പെയ്ത ദിവസമാണല്ലോ എത്തിയത്. അതിങ്ങനെ താഴേക്കൊരു സ്ലോപ്പ് പോലെ ഉണ്ട്, നല്ല ചെളിയായിരുന്നു. അപ്പോൾ ചെളിയെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചെളി കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് കാലത് ഇങ്ങനെ തൊടുന്നതിന് മുമ്പേ സ്ലിപ്പായി താഴെ എത്തും. ഞങ്ങളിത് ഇപ്പോൾ വീണു എന്നെ പിടിച്ചോ എന്നുള്ള ഇതിലാണ് നടന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് സൈഡിലെ നമ്മുടെ ആ ഒരു കമ്പിയിലും ഒക്കെ പിടിച്ച് ഞങ്ങൾ താഴെ വരെ എത്തി കേട്ടോ. അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് അവിടുത്തെ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും അത് മൊത്തം കൊള്ളാം, നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടു ഡിയോഡർ, അങ്ങനെ കുറച്ച് ഞാനും അത് ഞാൻ കാണാത്ത ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളൊരു ക്യൂ പോലെ ഫോം ചെയ്താട്ടോ ഇതിനകത്തേക്ക് പോകുന്നത്. പിന്നെ നമ്മളവിടെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഫ്രഷ് സ്ട്രോബെറിയുടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അവിടെയും എനിക്ക് തോന്നുന്നു വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ എൻറ്റയർ ട്രിപ്പിലും നമുക്ക് അങ്ങനെ ഒരു വാഷ്റൂമിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ താഴ്വശം വരെ നമ്മൾ പോയി എല്ലാം കണ്ടതിന് ശേഷം അതേപോലെ തിരിച്ച് കയറി വരണം കേട്ടോ ഈ ചെളിയിൽ കൂടെ. അത് മാത്രമായിരുന്നു അതിലെ ഒരു പ്രശ്നം. ഇതായിരുന്നു ആ ഒരു ഫാം സ്റ്റേ അവിടുത്തെ പേര്, അതിൻ്റെ പേര് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കയറി വന്നത് ഇങ്ങോട്ടേക്കാട്ടോ, ഭ്രമരം വ്യൂ പോയിൻറ്റ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് ഇരുട്ടി തുടങ്ങി, എന്നാലും രസമുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ട്രീ ഹൗസ് പോലെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ മുകളിൽ കയറാൻ നല്ല പേടിയായിരുന്നു കേട്ടോ. ഹായ്, എൻ്റെ കൂട്ട് പേടിയുള്ള ഒരാളും കൂടെ. എന്നാലും എല്ലാവരും കൂടെ പിടിച്ച് എന്നെയും കൂടെ കയറ്റി കേട്ടോ. ഏറ്റവും കോമഡി അതല്ലായിരുന്നു, ഞങ്ങൾ കയറി തിരിച്ചിറങ്ങിയപ്പോൾ ഉണ്ട് അതാ ഒരു പട്ടിക്കുട്ടിയും കൂടെ ഞങ്ങളുടെ കയറി വന്നിട്ടുണ്ടായിരുന്നു മേളിൽ വരെ. ഒരു ഹാഫ് വേ എന്തായാലും വന്നിട്ടുണ്ട്, അവന് ഞങ്ങളോട് തിരിച്ചിറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഫുൾ ഇരുട്ടായി. അവിടെ കട്ടൻ ചായയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇത്തിരി ഇരുട്ടായിപ്പോയി. പിന്നെ ഞങ്ങൾ ഫുൾ ജീപ്പിൻ്റെ ലൈറ്റിൽ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഞങ്ങളുടെ സോഴ്സ് ഓഫ് ലൈറ്റ് ഒക്കെ കാണാം. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരുട്ടായി. എനിക്ക് തോന്നുന്നു ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്, 6:30 വരെ എന്തോ ആണ് അവിടുത്തെ സമയം. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വന്നത് ഈ ഒരു ശർക്കര ഫാക്ടറിയിലേക്കാട്ടോ. അതായത് ഈ ഫാക്ടറി അല്ല, ഈ ഒരു ശർക്കര മാനുഫാക്ചർ ചെയ്യുന്നിടത്ത്. അത് നല്ല രസമുണ്ടായിരുന്നു. നമുക്കിതൊക്കെ ഒന്ന് കണ്ടറിയാം, അവിടുന്ന് ശർക്കര വാങ്ങുകയും ചെയ്യാം. അവിടെയും കുറച്ച് നേരം നിന്നു. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ എല്ലാവരും കുറച്ച് ടയേർഡായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേരെ ഇറങ്ങിയുള്ളൂ. അപ്പോൾ അതുമൊക്കെ കണ്ടേ പിന്നെ ഈ ഒരു സ്പോട്ട് വരെയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും വേറെ ജീപ്പുകളിലായിട്ട് പുറകിലും മുന്നിലും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചതാ നമ്മൾ ആ വന്ന ഹോട്ടലുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ ബസ്സൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്, ലഞ്ച് കഴിച്ച ഹോട്ടലിൽ. അവിടെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് വേറൊരു ഗ്രൂപ്പിൻ്റെ DJ ഒക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് എൻജോയ് ചെയ്ത് നമ്മൾ നമ്മുടെ റിട്ടേൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. തിരിച്ചു വന്നപ്പോഴും അത്യാവശ്യം ബസ്സിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സ്വെറ്ററൊക്കെ ഇട്ട് ക്യാപ്പും ഒക്കെ ഇട്ടാട്ടോ ഇരുന്നത്. അങ്ങനെ എനിക്കൊന്നൊരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടിമാലിയിൽ ഈ ഹോട്ടലിലായിരുന്നു ശരിക്കും രാവിലെയും ഫുഡ് കഴിക്കേണ്ടത്. പക്ഷേ അന്നേരം ഇവർ ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഡിന്നറിന് അൽഫാം മന്തിയും ഒക്കെ കഴിച്ച് അത്യാവശ്യം നല്ലൊരു ഡിന്നറും ഒക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ ട്രിപ്പിലെ ലാസ്റ്റ് സ്റ്റോപ്പാട്ടോ ഇവിടെ. അപ്പോൾ വെജ് ഓപ്ഷൻസും നോൺ വെജ് ഓപ്ഷനും രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിന്നറൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയർഡായിട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 മണി 1:30 ആയി. ഞങ്ങൾ ഓരോരോ സ്റ്റോപ്പിലെത്തി, ഏകദേശം എറണാകുളം എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് എത്തി. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.